ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ ആദിമ ചൈതന്യം നിറയും ഗുഹായേ വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. മുറിവേറ്റ ദൈവത്തിനറിയാം നിന്റെ മനസ്സിൻ്റെ മുറിവെത്രയോ. അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയെ. പരിഹാസങ്ങൾ നിന്ദനങ്ങൾ നിനക്കായല്ലേ ഞാനേറ്റത്. മുറിവേറ്റ ദൈവത്തിനറിയാം എൻ്റെ മനസ്സിൻ്റെ മുറിവെത്രയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കാനുള്ള സന്ദേശം. കണ്ണിൻ്റെ ദുരാശ എന്ന് കർത്താവ് എഴുതി കാണിക്കുകയാണ്. അതായത് കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കാൻ കർത്താവ് നമ്മോട് ആഹ്വാനം നൽകുകയാണ്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടിന്ന് ഒത്തിരി മക്കളാണ് കണ്ണിലൂടെ ഒത്തിരി തിന്മ നമ്മുടെ മനസ്സിലേക്ക് കയറുക. ഉദാഹരണം പറയുകയാണെങ്കിൽ മോശമായ വീഡിയോസ്, പോൺ വീഡിയോസ്, ബ്ലൂ ഫിലിം, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവരുന്ന ഒത്തിരിയേറെ ബാഡ് തോട്ട്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരുത്തുന്ന ഒത്തിരി ഇതുപോലെയുള്ള വീഡിയോസും മറ്റും കണ്ട് മൊബൈൽ അഡിക്ഷനിലൂടെ ഒത്തിരി മക്കളാണ് തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോൺ വീഡിയോസിനോടൊപ്പം തന്നെ ഈ ലവ് സീൻസ്, ചില സിനിമകളിൽ ചില മോശമായ സീനുകൾ, കൊറിയൻ സീരീസ്, ആ രീതിയിലുള്ള ചില തിന്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചില വീഡിയോസ്, ഇങ്ങനെ മൊബൈൽ അഡിക്ഷനാണ് ഇന്ന് ഒരു വലിയൊരു തിന്മ നമ്മിലേക്ക് വരിക. മറ്റൊന്നാണ് ഇങ്ങനെയുള്ള ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫോൺ സെറ്റ്സ്, ഫോണിലൂടെ വരുന്ന തിന്മകൾ. ഇങ്ങനെ കണ്ണിലൂടെ ഒത്തിരി തിന്മ വരുന്നതായിട്ട് കർത്താവ് സന്ദേശം തരികയാണ്. അതുകൊണ്ട് കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കാൻ, കണ്ണടക്കം പാലിക്കാൻ കർത്താവ് നമുക്ക് ശക്തമായ സന്ദേശം തരികയാണ്. ഓർക്കുകയാണ്, ഒരിക്കലൊരു മകൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ കർത്താവ് ഈ ഒരു മേഖല കാണിക്കുകയാണ്. അപ്പോൾ ആ മകൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നൊരു സന്ദേശമായിരുന്നു, ദുശ്ചിന്തകൾ മാറിപ്പോകാനായിട്ട് ഹന്നാവെള്ളം കൊണ്ട് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക, ഒപ്പം തന്നെ കണ്ണിലും ഹന്നാവെള്ളം വരട്ടി പ്രാർത്ഥിക്കുക. അത് ആ മകന് കർത്താവ് കൊടുത്തൊരു സന്ദേശമായി. അത് നമുക്കെല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ഉപദേശമാണ് കർത്താവിൻ്റെ. ഹന്നാവെള്ളം, വീട്ടിൽ ഹന്നാവെള്ളം ഉണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഒരു കുപ്പി ഹന്നാവെള്ളം അല്ലെങ്കിൽ ഹോളി വാട്ടർ ഉണ്ടായിരിക്കട്ടെ. ഈ ഹന്നാവെള്ളത്തിൽ വിരൽ മുക്കി നെറ്റിയിൽ നമ്മളിങ്ങനെ കുരിശടയാളം വരയ്ക്കുക. അപ്പം തന്നെ കണ്ണിലും നമ്മൾ ഈ ഹന്നാവെള്ളം പുരട്ടി പ്രാർത്ഥിക്കുന്നത്. ഇതുപോലുള്ള പോൺ വീഡിയോസോ ബ്ലൂ ഫിലിമോ ഫോൺ സെറ്റ്സോ അല്ലെങ്കിൽ ഈ ലവ് സീൻസ് കണ്ട് സന്തോഷിക്കില്ല, അല്ലെങ്കിൽ കുറേ സമയം മൊബൈലിൽ ചിലപ്പോൾ ഇതൊന്നായിരിക്കില്ല, കുറേ സീരിയൽ കണ്ടിങ്ങനെ ഇരിക്കുന്നതായിരിക്കാം, സീരിയൽ അഡിക്ഷൻ ആയിരിക്കാം. ഇങ്ങനെ ടി വിയിലൂടെയും മൊബൈലിലൂടെയും വരുന്ന ഇൻ്റർനെറ്റിലൂടെയും ഒക്കെ ഒത്തിരിയേറെ തിന്മകൾ ഇതിങ്ങനെ കണ്ട് ഇങ്ങനെ രസിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കളയുന്നൊരവസ്ഥ.
അതിലൂടെ നമ്മുടെ കൃപ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, കുറേ ന്യൂസ് ചാനലായിരിക്കാം, ഇങ്ങനെ കുറേ സമയം ന്യൂസ് ചാനൽ ഇങ്ങനെ കേട്ട്, അല്ലെങ്കിൽ വേറെ കുറേ സിനിമകളായിരിക്കും. ചിലപ്പോൾ നല്ല സിനിമ എന്ന് പറയുന്ന സിനിമകളൊക്കെ ആയിരിക്കാം, പക്ഷെ കുറേ സിനിമയുടെ അഡിക്ഷൻ, സിനിമ ഇങ്ങനെ കണ്ട് ഒത്തിരിയേറെ അനാവശ്യമായ ദൈവം ആഗ്രഹിക്കാത്തൊന്നും കാണരുത് എന്ന വചനത്തിലൂടെ ദൈവം നമുക്ക് സന്ദേശം തരികയാണ്. ഇത് നമ്മൾ ചില വചനഭാഗങ്ങൾ ഏറ്റു പറയുന്നത് ഈ കണ്ണടക്കം പാലിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ചില വചനങ്ങൾ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ കണ്ണിൻ്റെ ദുരാശ നമ്മെ ഇന്ന് വിട്ടുപോകാൻ വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം. എല്ലാവരും വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിലെന്താ പറയണേ. എന്തൊരു മനോഹരമായ വചനങ്ങളാണ്. അതനുസരിച്ച് നമ്മൾ ഈ കണ്ണിനെയൊക്കെ നിയന്ത്രിക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹ ദൈവം നമുക്ക് ലഭിക്കുക എന്നറിയോ. കണ്ണിലൂടെ കർത്താവ് നമുക്ക് സന്ദേശം തരും. ഇപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ദർശനം തരുന്നു. പക്ഷെ പറഞ്ഞല്ലോ, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ കാണിച്ചിരുന്നത് കണ്ണിൻ്റെ ദുരാശ എഴുതി കാണിക്കുകയാണ്. അപ്പോൾ ആർക്കാണ് ഇങ്ങനെ എഴുതി കാണിക്കുക? അങ്ങനെ കണ്ണിൻ്റെ ഒത്തിരിയേറെ ഇങ്ങനെയുള്ള തിന്മ കാണുന്നവർക്ക് ഇങ്ങനെയുള്ള ദർശനങ്ങളൊന്നും കിട്ടില്ല. ഇങ്ങനെ കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കുന്നവർക്കാണ് കണ്ണിലൂടെ കർത്താവ് ഓരോ വെളിപ്പെടുത്തൽ തരും. അതുകൊണ്ട് കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. യെശയ്യാ 33:15 വചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരും ഏറ്റു പറയുന്നു. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവന്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി കരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മറ്റൊരു വചനം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 തിരുവചനം. എല്ലാവരും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ഈ എൽറുഹ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് മൊബൈൽ പാസ്പോർട്ട് വെഞ്ചരിപ്പ് ശുശ്രൂഷ. അങ്ങനെ ഒരു ശുശ്രൂഷ തുടങ്ങാൻ കാരണം, ഒരിക്കലും ഞാനിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ഈശോ തരികയാണ്. ഒരു സഹോദരി, ആ സഹോദരിയുടെ മൊബൈലും പാസ്പോർട്ടും എനിക്ക് കാണിച്ചിട്ട് അച്ഛനൊന്ന് വെഞ്ചരിച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ്. അന്ന് മുതലാണ് ഇവിടെ മൊബൈൽ പാസ്പോർട്ട് വെഞ്ചരിപ്പ് ആരംഭിക്കുക. സ്നേഹമുള്ളവർ, ഈ മൊബൈൽ പാസ്പോർട്ട് വെഞ്ചരിപ്പിലൂടെ എത്രയോ പേർക്കാണ് ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ അതിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുക. എത്രയോ പേരുടെ വിദേശയാത്ര തടസ്സങ്ങളാണ് മാറിയിരിക്കുക. അതൊക്കെ പിന്നീട് കർത്താവ് ആ വെഞ്ചരിപ്പ് മുമ്പ് തന്നെ കർത്താവ് സന്ദേശം തരും. ഇന്ന് ഇത്രയും പേരുടെ തടസ്സങ്ങൾ മാറുന്നതെന്ന് ഈശോ കാണിച്ചു തരാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ മൊബൈലും പാസ്പോർട്ടൊക്കെ വെഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ്. ഒത്തിരിയേറെ തടസ്സങ്ങൾ മാറിപ്പോവും. ഈ മൊബൈലിലൂടെ ഒത്തിരി തിന്മ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അഡിക്ഷൻ എന്ത് ചെയ്താൽ മാറ്റാൻ ശ്രമിച്ചിട്ട് പറ്റാത്തവരൊക്കെ ഒരു വൈദികനെ കൊണ്ട് അച്ഛാ ഈ മൊബൈലൊന്ന് വെഞ്ചരിച്ച് തരാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വെഞ്ചരിപ്പിക്കുക മൊബൈൽ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിലൂടെ വരുന്ന ഒരു തിന്മ, ഒരു ആസക്തി നമ്മെ ഇന്ന് വിട്ടുപോകാൻ അത് സഹായിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇതൊരു വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് വീണ്ടും നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയാം.
എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരിക്കല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോടുകൂടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. മൊബൈൽ അഡിക്ഷൻ വിട്ടുപോട്ടെ. കണ്ണിന്റെ ആസക്തി വിട്ടുപോട്ടെ. ദുശ്ചിന്തകൾ മാറിപ്പോട്ടെ. കണ്ണിലൂടെ വരുന്ന തിന്മകൾ മാറിപ്പോട്ടെ. കണ്ണിന്റെ ദുരാശ നമ്മിൽ നിന്ന് വിട്ടുപോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. മറ്റുള്ളവരെ നല്ല രീതിയിൽ കാണാൻ പറ്റാത്ത അവസ്ഥകൾ മാറിപ്പോട്ടെ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കരങ്ങളെടുത്ത് സ്തുതിക്കുന്നു. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരത്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക് കഴുകണമേ. കഴുകണ ഈശോയെ കഴുകണമേ. തിരത്തത്താ കഴുകണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഒന്ന് ആരാധിച്ചേൻ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. എൻ കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ. എൻ കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. കരങ്ങളുയർത്തി. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പാടി. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാനൊരു തിളങ്ങുന്ന മുത്തായി തീരട്ടെ. കണ്ണിന്റെ അശുദ്ധി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. എല്ലാവരും കരങ്ങളുയർത്തി കണ്ണുകൾ അടച്ച് സ്തുതിക്കുക. ശക്തമായി ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുക. ഭാഷയുള്ള ഭാഷാത്തിൽ സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവ, പുത്രനായ ദൈവ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലാത്മാ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിന് വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ആരൊക്കെ എപ്പോഴൊക്കെ ശുശ്രൂഷ പറഞ്ഞു അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണം, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ. രൂപാന്തരപ്പെട്ട തിരത്തത്തെ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര ഗുഡോത്രം ദുഷ്ടദോഷം വൈശാചക പീഡന ബാധക കൈവശങ്ങള് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നീ ആദ്യത്തും ദൂരേറ്റണമേ. പാപകരമായ സകലത, അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോകട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ സതിയ യക്ഷനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് പരിശുദ്ധ കന്യാകുമാരി സത്യരും മധ്യസ്ഥാന് നിഗാ റഫ ഗബ്രിയേൽ മനാമയുടെ ശക്തമായ സാന്താ സമക്ഷത്താല് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിന് വ്യക്തിജീവിതത്തിലെ സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണവും കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപഞ്ചികമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും
മത്തായി 4:10, ലൂക്ക 4:8, മർക്കോസ് 16:5, 1 യോഹന്നാൻ 3:8. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രൻ വന്ന് ഈ വചനം ശക്തിയ സകലവിധ പ്രകൃതിക്ഷോഭം, ഇടിമിടി നാശനഷ്ടങ്ങള്, ഉറപ്പ്, ഉദ്ദേശം, വാശി, വര, തർക്ക, കലകള്, പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, ജടിക, ദിവ്യാസ്, ഗോപാസ്, ഭക്ഷണാസക്തി, സ്വയം പോകം, സമർക്കപോകം, തെറ്റായ ബന്ധങ്ങള്, സ്നേഹങ്ങൾ, വ്യഭിചാര, ദുർബോധം, അഹങ്കാര, അസൂയ, അലസം, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠന തടസ്സം, കോടതിയിൽ സാമ്പത്തിക വിട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ആന്തരേന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയം, ചെറുതുവരുന്നവർ, രോഗപീഠകള്, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ജപമാചല തടസ്സങ്ങള്, രോഗശാന്തി തടസ്സങ്ങള്, സന്ദേശങ്ങളുടെ തടസ്സങ്ങള്, വന്യജീവികളുടെ, ശുദ്ധജീവികളുടെ ആക്രമണങ്ങള്, അനുപിന്നിലുള്ള പൈശാചികൾ, അരൂപികൾ, അന്ധകാര സത്യ, സാത്താന സത്യ, ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുനാഥ്യം ബന്ധിക്കുന്നു, യേശുനാഥ്യം ബഹിഷ്കരിക്കുന്നു, ഈശോയുടെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പുറത്തുവന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സങ്കീർത്തനത്തിന്റെ അഭിഷേകം നേടണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 83-ാം സങ്കീർത്തനത്തിന്റെ അഭിഷേകം നിറയട്ടെ. കരങ്ങളടിച്ച്, ശക്തിയോടെ കരങ്ങളടിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ, എൻ ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം, വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. കരങ്ങളുയർത്തി. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. സ്വതന്ത്രമായി എല്ലാവരും സ്തുതിക്കുക. ശരി, രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുക. പുതിയ തീരുമാനത്തെ സ്തുതിക്കുക. ശരി, എല്ലാ അശുദ്ധിയും മാറിപ്പോട്ടെ. ശരി, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളമൊങ്ങുന്ന മുത്തായി തീരട്ടെ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. എല്ലാ മാലിന്യങ്ങളും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. കണ്ണിന്റെ ദുരാശ വിട്ടുപോട്ടെ. പുതിയ ബോധ്യങ്ങൾ, അറിവുകൾ ലഭിക്കട്ടെ. തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവേ, സഹായിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹായിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുരക്തത്താൽ കഴുകണം ഈശോയെ. ഞങ്ങളുടെ കണ്ണുകളെ കഴുകണം ഈശോയെ. തിരുരക്തം കൊണ്ട് കഴുകണം ഈശോ. തിരുരക്തത്തിന് അഭിഷേകം ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ദിവികാണ്ഡത്തിൽ നോക്കിക്കൊണ്ട് ശക്തമായ സ്തുതിച്ചതിന് സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ഈശോയിലേക്ക് നോക്കിക്കൊണ്ടോ ശക്തമായി സ്തുതിക്കുക. ആരാരെയും ശ്രദ്ധിക്കേണ്ടതില്ല, ശക്തമായി സ്തുതിക്കുക. ഇനിയുള്ള സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുന്നു. അമിതമായ ആകുലതയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീടിനെ പറ്റിയോ, മക്കളെ പറ്റിയോ, മാതാപിതാക്കളെ പറ്റിയോ, സാമ്പത്തിക മേഖലയെ പറ്റിയോ, രോഗത്തെ പറ്റിയോ അമിതമായ ആകുലത. ആർക്കൊക്കെയോ അമിതമായ ആകുലതയാണ്. ഈശോയോട് പറയുകയാണ്, അമിതമായ ആകുലത വേണ്ടാന്ന് പറയണം. ഉത്കണ്ഠ പോലെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴെങ്കിലും കൂട്ടാൻ നിനക്ക് സാധിക്കുമോ എന്ന് ഈശോ എടുത്ത് ചോദിക്കുകയാണ്. അമിതമായ ആകുലത വേണ്ട. നിൻ്റെ ജീവിതത്തിൽ ഈശോ ഈ ശുശ്രൂഷയിലൂടെ ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് സന്ദേശം തരികയാണ്. പേടിയുള്ള മക്കൾ, ഒത്തിരി പേരെ പേടി കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കും. പല കാര്യത്തെ പറ്റി പേടി, പരീക്ഷാ പേടി, ഇരുട്ടിനെ പേടി, പാമ്പിനെ പേടി, ഇങ്ങനെ പല പേടികൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ചുമയുള്ളവർ പ്രാർത്ഥിക്കുക. ചുമ കുറേ നാളുകളായിട്ടുള്ള ചുമയാണ്. കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. ഒച്ചയടഞ്ഞിരിക്കുന്ന അവസ്ഥ, ഒച്ചയടപ്പ്, അങ്ങനെ ആയിരിക്കും ശബ്ദം വരാത്ത അവസ്ഥ, ഒച്ച ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. ഗുളിക കഴിച്ചോ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു മാറ്റമില്ല, ചൂടെള്ളം കുടിച്ചിട്ടൊന്നും ഒരു മാറ്റമില്ല, ഒച്ചയടഞ്ഞിരിക്കുന്ന അവസ്ഥ. സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ബെന്നിയെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് പേര് ഈശോ തരുന്നുണ്ട്. സൂസൻ എന്ന മകളുടെ അതിശക്തമായ മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തൈറോയിഡിലെ തടിപ്പ് ബയോപ്സിക്ക് അയച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്.
വീണ് ഇടുപ്പല് പൊട്ടിയിരിക്കുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് സന്ദേശം തരുന്നുണ്ട്. മലദ്വാരത്തിൽ തടിപ്പുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. PCOD മാറാൻ നാളുകളായി ചികിത്സ ചെയ്യുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. സ്ത്രീ സഹജമായ രോഗങ്ങൾ കർത്താവ് പ്രത്യേകം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജിഷ എന്ന മകളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഈ അടുത്ത് തീപിടുത്തമുണ്ടായ ഒരു സ്ഥാപനം വെഞ്ചരിക്കാനും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം അവിടെ വയ്ക്കാനും കർത്താവ് സന്ദേശം തരികയാണ്. ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ജോലി തടസ്സം മൂലം വലിയ നിരാശയിലായിരിക്കുന്ന ഒരു യുവാവിനെ കാണിക്കുകയാണ്. ആ യുവാവ് ധാരാളം വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചത് മൂലമാണ് ഈ തടസ്സം വന്നതെന്ന് ഈശോ കാണിക്കുകയാണ്. ഒരു തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാനും ഒപ്പം തന്നെ വെഞ്ചരിച്ച തേൻ കഴിക്കാനും ആ യുവാവിന് സന്ദേശം തരികയാണ്. ധാരാളം ബസ്സുകളുള്ള ഒരു വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ സന്ദേശം തരികയാണ്. സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ തടസ്സം നേരിടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ബന്ധന പ്രാർത്ഥന ചെല്ലാൻ സന്ദേശം തരികയാണ്. ഹോർമോൺ തകരാറുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. തോൽക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിഭയങ്കരമായ കൊതുക് ശല്യം മാറ്റി കർത്താവ് ഒരു കുടുംബത്തെ പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കുട്ടിയുടെ അമിതമായ ഭയം കർത്താവ് എടുത്തു മാറ്റി ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തങ്കമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മുടികൊഴിച്ചിലുള്ളവർ പ്രാർത്ഥിക്കുക, മുടികൊഴിച്ചിലെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അൾസർ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുള്ള 2 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബേബിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മൂത്രത്തിൽ പഴുപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിൽ മുഴുവൻ ശക്തമായ വിറയൽ അനുഭവപ്പെടുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജിൻഷയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വാതരോഗം കാരണം ശക്തമായ വേദനയിലൂടെ കടന്നു പോകുന്ന മകളുടെ വേദന കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. അപ്പു എന്ന വിളിപ്പേരുള്ള കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു. ഗർഭിണിയായ ഒരു മകളുടെ ചൊറിച്ചിലെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തണ്ടലുവേദനയുള്ള മേരിയെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ശക്തമായ കൈമുട്ടുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ ഛർദിയുള്ള ഒരു കുട്ടിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കൂടെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബീനയോടെ ശക്തമായി പ്രാർത്ഥിക്കാൻ പറയുന്ന ബീനയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ശക്തമായ തൊണ്ടവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കാതുകുത്തിയ ഭാഗം കൂടെ പഴുക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഡെയ്സി എന്ന മകൾക്ക് ജോലി സ്ഥിരപ്പെടുത്തി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ബേക്കറി കടയുടെ ഉടമയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സൈനസൈറ്റിസ് രോഗമുള്ള സിനി എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബ്ലഡ് ക്യാൻസർ ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ടൈൽസിൻ്റെ പണിക്ക് പോകുന്ന ഒരു മകൻ്റെ അലർജി രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു നഴ്സിൻ്റെ ഇഞ്ചക്ഷൻ കുത്താനുള്ള ഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. സെബാസ്റ്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടാതെ വിഷമിക്കുന്ന മകനോട് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. കാലിലെ കുഴിനകം ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റേഡിയോ ജോക്കി ആയി ജോലി ചെയ്യുന്ന ഒരു മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. എറിക് എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മോണിക്ക, പൈലി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മോണപ്പഴുപ്പുള്ള ആനി എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ആൺകുട്ടിയുടെ മലബന്ധം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആലുവ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബെന്നി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സാബത്ത് ഞായറാഴ്ച ദിവസം, കടപ്പെട്ട ദിവസം അത് വിശദമായി ആചരിക്കാൻ അനേകം മക്കൾക്ക് ശക്തമായ സന്ദേശം തരികയാണ്. ആസ്മ രോഗമുള്ള ഒരു യൂത്ത് പെൺകുട്ടിയുടെ കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വിവാഹ തടസ്സമുള്ള ഓവർ ബ്ലീഡിംഗ് മൂലം വിഷമിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആൻമേരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എടവണ്ണപ്പാറ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയോട് ധാരാളം വചനം വായിക്കാൻ സന്ദേശം തരികയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വ്യർത്ഥഭാഷണം അത് അവസാനിപ്പിക്കാൻ ചില മക്കൾക്ക് സന്ദേശം തരികയാണ്. വെറുതെ സംസാരിച്ച് സമയം കളയരുതെന്ന് സന്ദേശം തരുന്നു. സാന്ദ്ര എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജെറോം എന്ന മകൻ്റെ പഠന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. നാളുകളായി വിട്ടുമാറാത്ത കപക്കെട്ടുള്ളൊരു സഹോദരനോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മിലി എന്ന മകളുടെ ശക്തമായ നടുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു സഹോദരിയുടെ ബ്രസ്റ്റിലെ തടിപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മാനസിക രോഗമുള്ളൊരു മകളെ ഓർത്ത് വേദനിക്കുന്ന അമ്മയോട് ആ മാനസിക രോഗിയായ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആ മകൾക്ക് വെഞ്ചരിച്ച തേൻ കൊടുക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം കർത്താവ് സമൂഹത്തിലേക്ക് വർഷിക്കുന്നു. ഷി അരിയ എല്ലാവരും ശക്തമായി സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരിരിരിരിരിരിരി ശിരിരിരിരിരിരിരി ശക്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരിരിരിരിരിരിരി 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പേര് സുജി എന്നാണ്. ഞാൻ കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഒക്ടോബർ മാസം ഞാൻ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് കടലുണ്ടിയിൽ ധ്യാനത്തിന് വന്നിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ 2 അനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന്, ഞാൻ ഏത് സ്ഥലത്ത് പോയാലും എവിടെ കിടന്ന് ഉറങ്ങിയാലും എനിക്ക് ദുസ്വപ്നം കാണുമായിരുന്നു. ദുസ്വപ്നം ഇങ്ങനെ ഒന്നിടുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട്
എപ്പോൾ ഉറങ്ങിയാലും ഉറക്കം തന്നെ വളരെ കുറവാണ്. ഉറങ്ങിയാൽ തന്നെ ദുസ്വപ്നം കണ്ട്, അങ്ങനെയാണ് ഞാൻ ദുസ്വപ്നം കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയും പിന്നീട് ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഫസ്റ്റ് ദിവസം വന്ന സമയത്ത് തന്നെ അവിടുത്തെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഉത്തരീയം ധരിക്കണം, ഉത്തരീയം ധരിച്ചു കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ, അതുപോലെ തന്നെ ബന്ധനങ്ങളിൽ നിന്നുള്ളൊരു മോചനം, സാധാരണ ബന്ധനങ്ങളിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടാകുമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചു. അന്ന് തന്നെ ഇവിടുന്ന് എല്ലാവർക്കും ഉത്തരീയം കൊടുത്ത സമയത്ത് എനിക്കും കിട്ടി. ഞാനത് ഉത്തരീയം ധരിച്ചു, രാത്രി കിടന്നുറങ്ങി. ഉറങ്ങിയ ശേഷം അന്ന് ഞാൻ ദുസ്വപ്നം ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഇതോർത്ത് എന്തോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതായിരിക്കാം, അങ്ങനെ വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം ഉറങ്ങാൻ കിടന്നുറങ്ങിയ സമയത്ത് പിറ്റേ ദിവസവും എനിക്ക് ഈ ദുസ്വപ്നം ഉണ്ടായില്ല. അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമായി എനിക്ക് തോന്നി. കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ എനിക്ക് ഈ ദുസ്വപ്നം കാണുന്നൊരു രീതി പതിവായിരുന്നു എനിക്ക്. വീട് മാറിക്കിടന്നാലും വീട്ടിൽ തന്നെ കിടന്നാൽ പോലും ഞാൻ ദുസ്വപ്നം കാണുമായിരുന്നു. ആ ദുസ്വപ്നത്തിൽ നിന്ന് എനിക്ക് ഈ ഉത്തരീയം ധരിച്ചത് മുതൽ അന്ന് മുതൽ എനിക്ക് വിടുതലുണ്ടായി. പിന്നെ അതുകൂടാതെ എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായി കൈയിൻ്റെ ജോയിൻറ്റിൻ്റെ മസിൽ തേയ്മാനം, അതായത് ടെന്നീസ് എൽബോ എന്ന് പറയും. ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. ഞാനത് കൈക്ക് സ്ട്രെയിനായിട്ടുള്ള വർക്കുകൾ ഒന്നും ചെയ്യാനാവില്ല, നല്ല പെയിനായിരുന്നു. അത് പ്രകാരം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം ഒരു ബെൽറ്റ് കയ്യിൽ ധരിച്ചുകൊണ്ടായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ഒക്ടോബർ മാസം ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ വന്ന സമയത്ത് തന്നെ എൻ്റെ ഞാൻ ഈ ഒരു ഇത് ധരിച്ചാണ് വന്നത്. അതിനുശേഷം ഈ കോമ്പൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഞാനത് ഈശോയോട് പറഞ്ഞു, ഈശോ ഞാനിത് ഊരി വെക്കുകയാണ്, കാരണം എനിക്ക് കൈക്ക് നല്ല വേദന ഉണ്ടെങ്കിലും ഞാൻ ഇത് ഊരി വെക്കുകയാണ്, പിന്നീടുള്ള കാര്യം ഈശോ നോക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു. അതിനുശേഷം ഈ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു, കൈയിൻ്റെ ജോയിൻ്റ് വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു എന്ന് പറയുന്നു. കൈ ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനും അതുപോലെ തന്നെ തിരിക്കുന്നതിനും റൊട്ടേറ്റ് ചെയ്യുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ധ്യാനം കൂടിയതിന് ശേഷം അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, എനിക്ക് ഈ അസുഖം പൂർണ്ണമായി ഭേദമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മളൊരു പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളാണ് കർത്താവ് എൽറുഹയിൽ പല ശുശ്രൂഷകളിലും ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ താമസമുള്ള ധ്യാനമായിരിക്കാം, ചിലപ്പോൾ അത്ഭുതങ്ങൾ ജപമാല വിശുദ്ധ അന്തോണിസ് നൊവേനയായിരിക്കാം, ചിലപ്പോൾ ഈ എൽറുഹ ദൈവന ശുശ്രൂഷയായിരിക്കാം, ഈ എൽറുഹയിലെ ഏകദിന കൺവെൻഷനായിരിക്കാം, അല്ലെങ്കിൽ പല ഇടവുകളിൽ നടത്തപ്പെടുന്ന കൺവെൻഷനുകളായിരിക്കാം. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നു. ചിലതൊന്നും നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഹാത്ഭുതങ്ങൾ, ആദ്യമായിട്ടല്ല ഒത്തിരി അത്ഭുതങ്ങളാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ എൽറുഹ ശുശ്രൂഷകളെ പറ്റി മറ്റുള്ളവരെ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രേക്ഷിത വേല ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇവിടെ വന്ന് ഒട്ടും വരാൻ പറ്റാത്തവർ വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വം കൊടുക്കുക. ഈശോയുടെ സന്നെ മുട്ടുകൾ കുത്തി കാരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുക, ഉച്ചത്തിൽ സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ.